പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ. മാരാനാഥ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കട്ടെ. ഒരിക്കൽ കൂടെ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, സ്വർഗം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ ധ്യാനിച്ചു പോകുന്നത്. സഭാപ്രസംഗി 5:2 ദൈവം സ്വർഗത്തിലും നീ ഭൂമിയിലുമല്ലോ, നീ ദൈവത്തെ ഭയപ്പെടുക എന്ന വചനത്തിലാണ് നമ്മളുടെ ധ്യാനം ആരംഭിച്ചത്. ഒരിക്കൽ കൂടെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ, അഭിഷേകം ചെയ്യണമേ, തിരുരക്തത്താൽ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, നന്മകളാലും ഐശ്വര്യങ്ങളാലും ഞങ്ങൾ നിറയ്ക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർഗമെന്നാൽ എന്താണെന്നും സ്വർഗം ദൈവത്തിൻ്റെ വാസസ്ഥലമാകുന്നത് നമ്മൾ ധ്യാനിച്ചു. സ്വർഗം ദൈവസിംഹാസനത്തിൻ്റെ ഇരിപ്പിടമാണെന്ന് നമ്മൾ ചിന്തിച്ചു. സമ്പൂർണ്ണ ദൈവമഹത്വത്തിൻ്റെ സ്ഥാനമാണ് സ്വർഗമെന്ന് നമ്മൾ ധ്യാനിച്ചു. അങ്ങനെ നമ്മൾ സ്വർഗത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി പോരുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് സ്വർഗമെന്ന് പറയുന്നത് മരിച്ചുപോയ നീതിമാന്മാരുടെ അല്ലെങ്കിൽ ക്രിസ്തുവിലുള്ള വിശ്വാസം സ്വീകരിച്ചവരുടെ ഭവനമാണ് സ്വർഗം എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. അതിനടിസ്ഥാന വചനം പറയുന്നത് പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം മുതലാണ്. ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. വാസ്തവത്തിൽ ഞങ്ങളിവിടെ നെടുവീർപ്പിടുകയും സ്വർഗീയ വസതി ധരിക്കുവാൻ വെമ്പൽ കൊള്ളുകയുമാണ്. അത് ധരിക്കുമ്പോൾ ഞങ്ങൾ നഗ്നരായി കാണപ്പെടുകയില്ല. ഈ കൂടാരത്തിലായിരിക്കുമ്പോൾ തന്നെയും ഞങ്ങൾ ഉത്കണ്ഠാകുലരായി നെടുവേർപ്പെടുന്നു. മൃത്യുവശകമായത് ജീവനാൽ ഗ്രസിക്കപ്പെടേണ്ടതിന് പഴയത് മാറ്റിക്കളയാനല്ല, പുതിയത് ധരിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ ലക്ഷ്യത്തിനായി ഞങ്ങൾ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി ഞങ്ങൾക്ക് നൽകിയ ദൈവമാണ്. ഞങ്ങൾക്കെല്ലായ്പ്പോഴും നല്ല ധൈര്യമുണ്ട്. ഞങ്ങൾ ശരീരത്തിൽ വസിക്കുന്നിടത്തോളം കാലം കർത്താവിൽ നിന്ന് അകലെയാണെന്ന് ഞങ്ങൾ അറിയുന്നു. എന്തെന്നാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. ശരീരത്തിൽ നിന്ന് അകന്നിരിക്കാനും കർത്താവിനോട് അടുത്തിരിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അടുത്തായാലും അകലെയായാലും അവിടുത്തെ പ്രസാദിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും തങ്ങളുടെ ശരീരഗതയിൽ ചെയ്തിട്ടുള്ള നന്മ തിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നതിന് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ വരണം. പ്രിയമുള്ളവരെ, മരിച്ചുപോയ നീതിമാന്മാരുടെ, വിശുദ്ധന്മാരുടെ, വിശ്വാസികളുടെ ഭവനമാണ് സ്വർഗം. ഭൗമികമായ ഭവനം നശിച്ചു പോകുമെങ്കിൽ, ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ജീവിതവും നമ്മുടെ ഭവനവും എല്ലാം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. സത്യത്തിൽ ഈ തിരിച്ചറിവ് സമൂഹത്തിൽ ജീവിക്കുവാൻ, ദൈവികമായ കാഴ്ചപ്പാടിൽ ജീവിക്കുവാൻ ഒത്തിരി നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ്. നമുക്ക് കൂടുതൽ കൂടുതൽ നന്മ ചെയ്യുവാനുള്ള താല്പര്യം ജനിക്കുന്നത് ഈ ഒരു അനുഭവത്തിൽ നിന്നാണ്. ഭൂമിയിൽ കഷ്ടതകളും ദുരിതങ്ങളും ദുഃഖങ്ങളും നന്മ ചെയ്യുന്നവരെ തിന്മയെന്നും തിന്മ ചെയ്യുന്നവരെ നന്മയെന്നും വിളിക്കുന്ന ലോകത്ത്, നന്മയ്ക്ക് വലിയ പ്രാധാന്യമൊന്നും കാണിക്കാത്ത ഈ ലോകത്ത് നന്മയ്ക്കുള്ള ഏറെ പ്രാധാന്യം
ദൈവരാജ്യത്തിലാണ്, ദൈവത്തോട് കൂടെയാണെന്ന് പൗലോസ്ലീഹ ഓർപ്പിക്കുകയാണ്. ഈ സ്വർഗീയ വസതി ധരിക്കുവാൻ നെടുവീർപ്പിടുകയും വെമ്പൽ കൊള്ളുകയുമാണ് എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. വളരെ വ്യക്തവും കൃത്യവുമാണ് തൻ്റെ ലക്ഷ്യം. ഈ ലക്ഷ്യത്തിലേക്ക് ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി നൽകിയ ദൈവമാണെന്നാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഭൗമിക ഭവനം കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ഇത് കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ചതിൽ നിന്ന് ഉൾക്കൊണ്ടിട്ടുള്ള വചനമാണ്. ശുദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം നമ്മളിങ്ങനെ വായിക്കുന്നു: നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ ഞാൻ പോകുന്നുവെന്ന് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നമുക്ക് എല്ലാവർക്കും താമസിക്കുവാനുള്ള ഇടമുണ്ട് എന്ന് കർത്താവ് വ്യക്തമായി പറയുകയാണ്. ആ കേൾവിയിൽ നിന്നാണ് പൗലോസ്ലീഹ പറയുന്നത്, ഞങ്ങൾ ആ സ്വർഗീയ വസതി ധരിക്കുവാൻ വെമ്പൽ കൊള്ളുകയാണ്. ഞങ്ങളുടെ ഈ ഭൗമിക ശരീരത്തിൽ നിന്ന് വിട്ടതിന് ശേഷമാണ് ആ ശരീരം അല്ലെങ്കിൽ ആ വസതി ഞങ്ങൾക്ക്, ആ ഭവനം ഞങ്ങൾക്ക് ലഭിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് പറയാണ്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നോ? അങ്ങനെ പറയില്ല. ഇല്ലാത്തൊരു കാര്യം യേശു പറയില്ല. യേശു പറയുന്നത് ഉള്ള കാര്യമാണ്, സത്യമാണ്, കൃത്യമാണ് യേശു പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുവാൻ, സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ വന്ന് നിങ്ങളായിരിക്കുന്നിടത്ത്, ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും എന്ന് പറയുകയാണ്. യേശു വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന അനുഭവമാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ സ്വർഗം എന്ന് പറയുന്നത്. അത് വലിയൊരു അനുഭവമാണ്. അത് വിശ്വാസത്താൽ കാണുകയാണ്. വിശ്വാസത്താലാണ് നമ്മൾ അതിനെ കാണുന്നത്. ഹല്ലേലൂയ. വീണ്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ വെളിപാട് പുസ്തകം 7-ാം അധ്യായം 9-10 വാക്യങ്ങൾ പറയുന്നു, എല്ലാ വിശ്വാസികൾക്കുമുള്ള ഭാവി ഭവനമാണ് സ്വർഗം. എല്ലാ വിശ്വാസികൾക്കുമുള്ള ഭാവി ഭവനമാണ് സ്വർഗം. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 9-10 വാക്യങ്ങൾ. ഇതിൻ്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ചുകൊണ്ട് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, സിംഹാസനാരൂഢനായിരിക്കുന്ന നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും പക്കലാണ് രക്ഷ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. രക്ഷ കുഞ്ഞാടിൻ്റെയും ദൈവത്തിൻ്റെയും പക്കലാണ്. ദൂതന്മാരെല്ലാം സിംഹാസനത്തിനും ശ്രേഷ്ഠന്മാർക്കും 4 ജീവികൾക്കും ചുറ്റും നിന്നു. അവർ സിംഹാസനത്തിനു മുമ്പിൽ കമിഴ്ന്നു വീണ് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു, ആമേൻ, നമ്മുടെ ദൈവത്തിന് സ്തുതിയും മഹത്വവും ജ്ഞാനവും കൃതജ്ഞതയും ബഹുമാനവും അധികാരവും ആധിപത്യവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വെളിപാട് പുസ്തകം 7-ാം അധ്യായം 9-10 വാക്യങ്ങൾ.
എണ്ണിത്തിട്ടപ്പെടുത്താൻ ആർക്കും സാധിക്കാത്ത ഒരു വലിയ ജനക്കൂട്ടം. അവർ സകല ജനതകളിലും ഗോത്രങ്ങളിലും രാജ്യങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളവർ തന്നെ. ഇതുപോലെ തന്നെ നമ്മൾ അപ്പോസ്തല പ്രവർത്തനത്തിലും വായിക്കുന്നുണ്ട്. 10-ാമത്തെ അധ്യായം, അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായത്തിൽ ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർണേലിയോസ് എന്ന് പറയുന്ന ശതാധിപൻ്റെ വീട്ടിൽ പത്രോസ് പ്രസംഗിക്കാൻ സാഹചര്യമുണ്ടാകുകയും അവിടെ പരിശുദ്ധാത്മാവ് വന്ന് അവിടെ നിറയുകയും അവിടെയുള്ള മുഴുവൻ ആളുകളും, വിജാതീയരായിരുന്ന മുഴുവൻ ആളുകളും യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിനാൽ സ്നാനം സ്വീകരിക്കുന്ന അനുഭവമാണ് അവിടെ 10-ാം അധ്യായം മുഴുവനും കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എല്ലാ അർത്ഥത്തിലും നമ്മൾ ചിന്തിക്കുമ്പോൾ ലോകമെങ്ങുമുള്ള സകല വിശ്വാസികൾക്കുമുള്ളതാണ് ഈ സ്വർഗീയ ഭവനം. യേശുക്രിസ്തു വഴി നൽകപ്പെടുന്ന വസതിയാണിത്. അതുകൊണ്ടാണ് നമ്മൾ ഈ തോമാസ് ലീഹ അവനോടൊപ്പം പോയി നമുക്കും അവനോടൊപ്പം പോയി മരിക്കാമെന്ന് പറയുന്നതിൻ്റെ കാരണം ഈ നിത്യത മനസ്സിലാക്കിക്കൊണ്ടാണ്. നമ്മൾ ഞായറാഴ്ചത്തെ വായനയിൽ കേട്ടതും അങ്ങനെയാണ്. നമുക്ക് തോമാസിനെ കുറിച്ച് ഓർക്കുമ്പോൾ അവനോടൊപ്പം പോയി നമുക്ക് മരിക്കാം. യെരുശലേമിൽ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടും. ലാസറിൻ്റെ ഭവനത്തിലേക്ക് ചെന്നാൽ യേശുവും ശിഷ്യന്മാരും കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി അറിഞ്ഞ് ശിഷ്യന്മാർ ഭയപ്പെട്ടപ്പോൾ തോമ പറഞ്ഞതാണ്, നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുകയാണ്. കാരണം അവരങ്ങനെ തീരുമാനിക്കാൻ കാരണം യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ അവർ പൂർണ്ണമായി വിശ്വസിച്ചു. കാരണം അവർക്കവിടെ സ്വർഗരാജ്യത്തിൽ സ്ഥലമുണ്ട്, സ്വർഗരാജ്യത്തിൽ അവകാശമുണ്ട് എന്ന് അവർ മനസ്സിലാക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക, സ്വർഗരാജ്യം മരിച്ചുപോയ നീതിമാന്മാരുടെ ഭവനമാണ്, എല്ലാ വിശ്വാസികൾക്കുമുള്ള ഭവനമാണ്. അതുകൊണ്ട് നമ്മളും ആഗ്രഹിക്കണം ഈ ഭൗമിക ലോകത്ത് നിന്ന്, ഈ ഭൗതിക ശരീരത്ത് നിന്ന് ആത്മാവ് വേർപെടുമ്പോൾ ദൈവത്തോടു കൂടെ വസിക്കാൻ തക്കതായ ഒരുക്കം നമുക്ക് വേണമെന്ന് നമ്മൾ ധ്യാനിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തണം. ആ ഒരുക്കമില്ലാത്തവർക്ക് ആ ദൈവത്തോടു കൂടെ ജീവിക്കുവാനായിട്ട് സാധ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കർത്താവിൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കുവാനുള്ള മാനദണ്ഡം എന്താണെന്ന് നമ്മൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ചു പോയതാണ്. ഒരിക്കൽ കൂടെ അത് വീണ്ടും ധ്യാനിക്കുക. കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവരുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ ദൈവരാജ്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ അവകാശമാണ്, ഞങ്ങളുടെ സ്വന്തമാണെന്ന് ഞങ്ങൾക്ക് ഉള്ള ആ വലിയ വെളിപ്പെടുത്തൽ, ആ തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങളുടെ ഗുണത്തിൽ നിന്നല്ല, അവിടുത്തെ സ്നേഹത്തിൽ നിന്നാണ് ഞങ്ങൾക്കത് ലഭിക്കുന്നത്. അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ ഞങ്ങൾക്ക് ആ വസതി ധരിക്കുവാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പൗലോസ്ലീഹായെ പോലെ ഞങ്ങളും പറയുകയാണ്, ആ സ്വർഗീയ വസതി ധരിക്കുവാൻ ഞങ്ങൾ വെമ്പൽ കൊള്ളുകയാണ്. അങ്ങനെ ഒരു തീഷ്ണത ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ വസതിയിൽ പ്രവേശിക്കുവാനുള്ള കൃപ, ധൈര്യം ഞങ്ങൾക്ക് നൽകണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ വചനം മറ്റുള്ളവർക്കും കൂടി ലഭിക്കത്തക്കവണ്ണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ അടുത്ത എപ്പിസോഡിനായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.